രാഹുൽ ഗാന്ധിക്കും സംഘത്തിനും സംഭലിലേക്ക് പോകാനുള്ള സാധ്യതകൾ മങ്ങുന്നു എന്നുള്ളതാണ് ഗാസിപ്പൂർ അതിർത്തിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം. ആദിൽ പാലോഡിലേക്ക് വീണ്ടും. ആദിൽ പാലോഡ്, ഗതാഗത സ്തംഭനം അധിക സമയം തുടരാൻ കഴിയില്ല. 1 മണിക്കൂറോളമാകുന്നു എക്സ്പ്രസ് വേ ഇങ്ങനെ നിശ്ചലമായി കിടക്കാൻ തുടങ്ങിയിട്ട്. ഉറപ്പുകൾ എഴുതി നൽകിയാൽ വിടാം എന്ന ഒരു ഉപാധി പോലും അംഗീകരിക്കാൻ പോലീസ് ഇപ്പോൾ തയ്യാറാകുന്നില്ലേ? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. ഇവിടെ വലിയ ജനത്തിരക്കും മാധ്യമപ്രവർത്തകരുടെ തിരക്കും കോൺഗ്രസ് പ്രവർത്തകരുടെ തിരക്കും പോലീസിന്റെ തിരക്കും എല്ലാം ഉണ്ട്. അതൊരു ഉന്തും തള്ളിലേക്കൊക്കെ കാര്യങ്ങൾ മാറുകയാണ്. എനിക്ക് ഇടതുവശത്ത് കാണാം രാഹുൽ ഗാന്ധിയുടെ വാഹനം. രാഹുൽ ഗാന്ധിയുടെ വാഹനം ഇവിടെ തന്നെ കിടക്കുകയാണ്. ഒരടി പോലും ഒരല്പം പോലും മുന്നോട്ട് നീങ്ങാൻ രാഹുൽ ഗാന്ധിയുടെ വാഹനത്തിന് കഴിഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ വാഹനം പോലീസ് ഇപ്പോൾ തടഞ്ഞിട്ടിരിക്കുന്നു. രാഹുൽ ഗാന്ധി അകത്ത് സമാധാനമായി ഇരിക്കുന്നു. ഇനി എന്താണ് അടുത്ത മിനിറ്റുകളിൽ സംഭവിക്കുക എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ UP പോലീസിന്റെ നിലപാടറിഞ്ഞ് മാത്രമേ കോൺഗ്രസ് സംഘത്തിന്റെ ഒരു തീരുമാനം വരികയുള്ളൂ. അങ്ങനെയാണെങ്കിൽ തന്നെ സുജയ പറയുന്നത് പോലെ മണിക്കൂറുകളോളം വളരെ പ്രധാനപ്പെട്ട എക്സ്പ്രസ് വേ ഗതാഗതം സ്തംഭിച്ച് കിടക്കുകയാണ്. ഇനി എന്താകും അക്കാര്യത്തിലൊരു തീരുമാനമെന്നത് ഉടനടി തന്നെ വൈകാതെ തന്നെ ആ തീരുമാനം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധി 1 മണിക്കൂറോളമായി വാഹനത്തിനുള്ളിൽ തന്നെ രാഹുൽ ഗാന്ധിയും UPയിൽ നിന്നുള്ള MPമാരും അടങ്ങുന്ന സംഘം ഇവിടെ കാത്തു കിടക്കുകയാണ്. അകത്തേക്ക് കടക്കണമെന്ന ആവശ്യമാണ്. നമ്മൾ നേരത്തെ പറയുന്നത് പോലെ ഒരു പ്രതിനിധി സംഘത്തെയെങ്കിലും അകത്തേക്ക് കടത്തിവിടാൻ അനുവദിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ആവശ്യം UP പോലീസ് അംഗീകരിച്ചിട്ടില്ല. ഇവിടെ മാത്രമല്ല UPയിലേക്ക് കടക്കാനാകുന്ന എല്ലാ അതിർത്തി മേഖലകളിലും പോലീസിൻ്റെ വലിയ പോലീസ് വിന്യാസം ഉണ്ടായിരുന്നു. പോലീസുകാർ ആ വിധത്തിൽ നേരത്തെ തന്നെ സുരക്ഷ ഒരുക്കിയിരുന്നു. സംഭൽ ജില്ലാ മജിസ്ട്രേറ്റ് അതിർത്തികളിലെ ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഒരു കാരണവശാലും UPക്കുള്ളിലേക്ക് തന്നെ രാഹുൽ ഗാന്ധിയെ കടത്തരുത് എന്ന്. സംഭലിൽ ഈ മാസം 10-ാം തീയതി വരെ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിരോധനാജ്ഞയ്ക്കൊപ്പം പുറത്തു നിന്നുള്ള പ്രതിനിധി സംഘങ്ങൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും സംഭൽ ഷാഹി ജമാ മസ്ജിദ് പ്രദേശത്തേക്ക് സംഘർഷ സ്ഥലത്തേക്ക് കടക്കുന്നതിന് നിയന്ത്രണവുമുണ്ട്. ഈ നിയന്ത്രണങ്ങൾ ഭേദിച്ച് ഒരു കാരണവശാലും അകത്തേക്ക് കടത്തിവിടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് UP പോലീസും UP ഭരണകൂടവും. ഇനി എന്ത് സംഭവിക്കുമെന്നത് ഈ 4-5 പേരെ ചെറിയൊരു സംഘമായി ഒരു വാഹനത്തിൽ അകത്തേക്ക് UPക്കുള്ളിലേക്ക് കടക്കാൻ അനുവദിക്കുമെന്നതാണ്. അങ്ങനെയാണെങ്കിലും സംഘർഷ സ്ഥലത്തേക്ക് എത്തുക വളരെ പ്രയാസമായിരിക്കും. അത് അനുവദിക്കാനുള്ള സാധ്യതയുമില്ല. പക്ഷേ അതിന് പരിസരത്തിൽ ആ സംഘർഷമുണ്ടായതിൻ്റെ സമീപ പ്രദേശങ്ങളിലെത്തി ഇപ്പോൾ പരിശോധിക്കുന്നത്. നേരത്തെ മുസ്ലിം ലീഗ് MPമാരെ തടഞ്ഞിരുന്നു. അഖിലേഷ് യാദവ് മുൻ UP മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ അവരുടെ നേതൃത്വത്തിലുള്ള സംഘത്തെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധി സംഘങ്ങളെ തടയുന്നതാണ് കാഴ്ച. ഇത്തവണ കോൺഗ്രസിനായി ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ട് പരിഗണനകൾ വേണ്ടിവരും. മാത്രമല്ല UPയിൽ നിന്നുള്ള MPമാരാണ്. അവർക്ക് UPക്കുള്ളിലേക്ക് ഒരു സംസ്ഥാനത്തേക്ക് കടക്കുന്നതിന് എന്തിന് നിയന്ത്രണം ഏർപ്പെടുത്തണം എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യങ്ങൾക്ക് മറുപടി UP പോലീസ് നൽകുമെന്നതും വളരെ പ്രധാനമാണ്. മീററ്റ് ദില്ലി എക്സ്പ്രസ് വേ കാറിനുള്ളിൽ KCB വാദം നൽകുക. അപ്പോഴും പല പോകാൻ അനുവദിക്കില്ല. പുറത്തേക്ക് ഇറങ്ങുമോ? പ്രിയങ്ക ഗാന്ധി പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇറങ്ങിയിരിക്കുകയാണ്. പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത ശേഷം തിരിച്ച് ദില്ലിയിലേക്ക് മടങ്ങുകയായിരിക്കും. അങ്ങനെയല്ല കരുതേണ്ടത്. പ്രിയങ്ക ഗാന്ധി പുറത്തേക്ക് ഇറങ്ങി വീണ്ടും വാഹനത്തിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉടൻ തന്നെ തീരുമാനം വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ദില്ലിയിലേക്ക് മടങ്ങുന്ന ചോദ്യം കോൺഗ്രസ് അധ്യക്ഷൻ ആവശ്യപ്പെട്ടതുപോലെ 4 പേരടങ്ങുന്ന സംഘം പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ എന്നിവരെ മാത്രമായി കടത്തിവിടുമോ എന്ന ചോദ്യമുണ്ട്. അങ്ങനെ കടത്തിവിടുമെങ്കിൽ അകത്തേക്ക് സംഭൽ പ്രത്യേകിച്ച് ഷാഹി ജമാ മസ്ജിദിൻ്റെ സംഘർഷ ബാധിത മേഖലയ്ക്ക് സമീപത്ത് വരെ അവർക്ക് എത്താനാകും. ഇനി അങ്ങനെ കടത്തിവിട്ടില്ലെങ്കിൽ പിന്നീട് എന്ത് തീരുമാനം? മടങ്ങിപ്പോകുമോ അതോ ഇവിടെ തന്നെ മണിക്കൂറുകളോളം തുടരുമോ? ഇനി കാൽനടയായി പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും അനിശ്ചിതത്വമുണ്ട്. തീരുമാനം പൂർണ്ണമായി
എടുത്തിട്ടില്ല. UP ദില്ലി അതിർത്തിയായ UP ഗേറ്റിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും സംഘവും ഉള്ളത്. ഇവിടെ UP പോലീസ് തടഞ്ഞിരിക്കുകയാണ്. 4 വരി ബാരിക്കേഡ് വെച്ച് രാവിലെ മുതൽ തന്നെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും തടയുന്ന കാഴ്ചയാണുള്ളത്. കഴിഞ്ഞ മാസം 24-ാം തീയതി 5 പേർ കൊല്ലപ്പെടാനിടയുണ്ടായ സംഘർഷ സ്ഥലം സന്ദർശിക്കുക, ഷാഹി ജമാ മസ്ജിദിലെ സർവേയുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷ സ്ഥലങ്ങൾ സന്ദർശിക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ആവശ്യം. ആരെയും വിടാതിരിക്കുന്നതിന് പിന്നിൽ ചില കാര്യങ്ങൾ ഒളിക്കുന്നത് കൊണ്ടാണ് ഈ പാർട്ടിയും ഈ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്തായാലും അകത്തേക്ക് കടക്കാൻ അനുവദിക്കില്ലെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ചെയ്യാം സംഭലിലേക്കുള്ള യാത്രാ സാധ്യതകൾ മങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ വാഹനത്തിൽ തന്നെ തുടരുകയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും. കടത്തിവിടാനാണെങ്കിൽ ഇതിനകം തന്നെ ബാരിക്കേഡുകൾ നീക്കാനും ഒരു വാഹനം മാത്രം കടത്തിവിടാനുള്ള വഴി ഒരുക്കിയേനെ പോലീസ്. എന്നാൽ വഴി അടച്ചു തന്നെ വെച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ട് വഴി തുറക്കുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. വഴി തുറക്കുമോ എന്നറിയാൻ നമുക്കും കാത്തിരിക്കാം. സംഭലിലേക്ക് പോകാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുമോ, അതോ ഗാസിപ്പൂർ അതിർത്തിയിൽ യാത്ര അവസാനിപ്പിച്ച് തിരിച്ച് ദില്ലിയിലേക്ക് മടങ്ങേണ്ടി വരുമോ? നോക്കാം.